എല്ലാവർക്കും നമസ്കാരം. നെമ്മാറ വല്ലങ്ങി വേലൻ്റെ ഗംഭീരമായ പന്തലൊരുങ്ങി. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വെളിയിലുണ്ട്, ഗൾഫിലും മറ്റുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്രാവശ്യത്തെ പന്തൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ വട്ടത്തെയും വെച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വട്ടം നെമ്മാറയാണോ വല്ലങ്ങിയാണോ ഏറ്റവും മനോഹരമായിട്ട് പന്തലിട്ടത്? അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പന്തലൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. എന്തായാലും നമ്മുടെ പാലക്കാട് ഇങ്ങനെയൊരു വേല നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇതിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നെമ്മാറ വല്ലങ്ങി വേലയ്ക്ക്. എന്തായാലും ഏപ്രിൽ 3-ാം തീയതി നെമ്മാറയിലേക്ക് ഒരു ജനസാഗരം ഒഴുകും. ആദ്യമായിട്ട് ഞാൻ വല്ലങ്ങിയുടെ പന്തൽ കാണാനാണ് ഇറങ്ങിയത്. അപ്പോൾ വല്ലങ്ങിയുടെ പന്തൽ ഞാൻ ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ നോക്കി. പക്ഷേ റിപ്പീറ്റായിട്ട് ഒന്നും വരുന്നില്ല. എല്ലാ ലൈറ്റിങ്ങും വേറെ 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 സെപ്പറേറ്റ് ആയിട്ട് വരികയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഈ ലൈറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു 3D ഇമേജസ് വരുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ, അതുപോലെ തന്നെ ശിവൻ്റെ എല്ലാം. ഇത് വന്നിട്ട് നമ്മുടെ ഡൽഹി അക്ഷർധാം ടെമ്പിളൊക്കെ ഉണ്ട്, വലിയ വലിയ ഏറ്റവും വലിയ ഇന്ത്യയിലെ ടെമ്പിളാണ്. അവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ പന്തലിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. എത്ര മുളകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്! എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ടാവും ഈ പടുകൂറ്റൻ പന്തലുണ്ടാക്കാൻ. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ കുറേ നേരം വല്ലങ്ങി ദേശത്തിൻ്റെ പന്തൽ കണ്ടിട്ട് പിന്നെ ഞാൻ മെല്ലെ നെമ്മാറ ദേശത്തിൻ്റെ പന്തൽ കാണാൻ പോയി. ഇവിടെ ഇപ്പോൾ കച്ചവടക്കാരെ കൊണ്ടും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളെ കൊണ്ടും നല്ല തിരക്കാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെമ്മാറ ദേശം വല്ലങ്ങി ദേശം തമ്മിലുള്ള സൗഹൃദപരമായ ഈ മത്സരമാണ് ഈ വേല ഇത്രയ്ക്കും വലുതാക്കിയത്.
എന്തായാലും വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ജസ്റ്റ് അമ്പലത്തിനടുത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ദൂരെ വല്ലങ്ങി ദേശത്തിലെ ആ 3D ഇമേജുകൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്ക് നമ്മൾ ടി വി കാണുന്ന പോലെ കൃഷ്ണനും ശിവനൊക്കെ വളരെ മനോഹരമായിരുന്നു. വീണ്ടും ചലിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. വല്ലങ്ങിയുടെ പന്തലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ആളുകളൊന്നും പെട്ടെന്ന് പോകുന്നില്ല, വന്നവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വേലയുടെ മുഴുവൻ വിശേഷങ്ങളും നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ. രേണു രേണ രേണു രേണു ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന ധീം ധന ധീം ധൂം ധന ധീം ധൂം ധന ധീം ധന ഉദനി ധനി ധന ധന ഉദനി ധനി ധന ധന